നമസ്കാരം. എൻ്റെ രണ്ട് മക്കളെയും ഞാൻ എവിടെ പോയാണ് തിരയുക? വാവിട്ട് അലമുറയിടുന്ന ഒരമ്മയുടെ ചോദ്യമാണിത്. മക്കളെക്കുറിച്ച് വിവരമൊന്നുമില്ലാത്തതിനാൽ ആശുപത്രിയിൽ അന്വേഷിച്ചെത്തുകയായിരുന്നു അവർ. മേപ്പാടിയിലെ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിന്റെ തലയിൽ നിരത്തിയിട്ട് വെള്ള പുതച്ച ശവശരീരങ്ങൾക്കിടയിൽ ആ പെറ്റമ്മ തൻ്റെ മക്കളെ തിരയുകയാണ്. ആ കൂട്ടത്തിൽ ഒന്നും തന്നെ തൻ്റെ മക്കളുടെ മുഖമില്ല എന്നറിഞ്ഞപ്പോൾ ആ അമ്മ ദീർഘനിശ്വാസം കൊണ്ടു. നെഞ്ചു പിളർക്കുന്ന രംഗങ്ങളാണ് മേപ്പാടിയിലെ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിൽ കാണാനാവുക. ആശുപത്രിയിൽ രാവിലെ മുതൽ ദുരന്തത്തിൽപ്പെട്ട് ജീവനറ്റവരെയും ജീവൻ ബാക്കിയുള്ളവരെയും എത്തിച്ചത് ഇവിടേക്കാണ്. ഉറ്റവരെ തിരഞ്ഞ് ബന്ധുക്കൾ അവിടേക്ക് ഓടിയെത്തിക്കൊണ്ടിരുന്നു. നിരത്തിയിട്ടിരിക്കുന്ന ശവശരീരങ്ങൾക്കിടയിൽ തിരയുന്ന അവരിൽ ചിലരുടെ കണ്ണുകളിൽ തന്റെ ബന്ധുവിനെ കാണാത്തതിന്റെ പ്രതീക്ഷകൾ ബാക്കിയാവുന്ന ആശ്വാസമായിരുന്നു. ഇല്ല, പ്രിയപ്പെട്ടവർ ഈ കൂട്ടത്തിലില്ല. മറ്റു ചിലരാവട്ടെ വലിയ നിലവിളികളിൽ തങ്ങളുടെ തിരച്ചിൽ അവസാനിപ്പിക്കുകയാണ്. മുന്നിൽ അനക്കമറ്റ് കിടക്കുന്നത് അത്രമേൽ പ്രിയപ്പെട്ടവരായിരുന്നു. ഇനി ഇട്ടിരിക്കുന്ന ഈ ഡ്രസ്സ് മാത്രമേ ഉള്ളൂ എന്നും ദൈവം തന്നതാണത്, പോയിക്കോട്ടെ, ഞാനും കുടുംബവും ഉമ്മയെ കാണാൻ പോയത് കൊണ്ട് മാത്രം രക്ഷപ്പെട്ടതാണ്. എല്ലാം പോയി. അയൽക്കാരിൽ ഒരു കുടുംബം പോയി, അവരെ രക്ഷിക്കാനായില്ല. ഈ കാണുന്ന പ്രദേശത്തൊക്കെ വീടുകളായിരുന്നു. 250ഓളം വീട് ഇതിന്റെ അടുത്തുണ്ട്. മരണസംഖ്യ എത്രയാണെന്നൊന്നും ഇപ്പോൾ പറയാൻ പറ്റുന്നതല്ല. ഉരുൾപൊട്ടലിൽ നിന്നും രക്ഷപ്പെട്ട ഒരാളുടെ പ്രതികരണമാണിത്. രക്ഷപ്പെട്ട മറ്റൊരാളുടെ പ്രതികരണം ഇങ്ങനെയാണ്: എൻ്റെ ഉമ്മാന്റെയും കുട്ടികളുടെയും ഭാഗ്യം കൊണ്ടാണ് ഞങ്ങൾ രക്ഷപ്പെട്ടത്. ഇവിടെ ഇങ്ങനെയൊന്ന് സംഭവിക്കുമെന്ന് ഞങ്ങൾക്ക് ആർക്കും അറിയില്ലായിരുന്നു. ഞങ്ങൾക്ക് അത്രയും വിശ്വാസമായിരുന്നു. ഈ വഴികളിലൊന്നും ഒരൊറ്റ വെള്ളച്ചാല പോലുമില്ല. ഇവിടെ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു. വളരെ സുന്ദരമായൊരു സ്ഥലം, എല്ലാവരും തിങ്ങിപ്പാർക്കുന്ന സ്ഥലമാണിത്. ഞങ്ങളുടെ വിധി എന്നല്ലാതെ മറ്റെന്തു പറയാൻ. വയനാട്ടിൽ നടന്ന ഉരുൾപൊട്ടലിന്റെ ആഘാതം പുറത്തെറിഞ്ഞിരിക്കുന്നതിനും വളരെ വലുതാണ്. ഉരുൾപൊട്ടലിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ എണ്ണം 150-ലേറെ വരുമെന്നാണ് സ്ഥിരീകരിക്കാത്ത കണക്കുകൾ. മുണ്ടക്കൈയിൽ 65 കുടുംബങ്ങൾ താമസിച്ചിരുന്ന 9 ലായങ്ങളാണ് ഒരുമിച്ച് ഒലിച്ചു പോയത്. 35 തൊഴിലാളികളെ കാണാനില്ല. ഒഡീഷ സ്വദേശികളായ 2 ഡോക്ടർമാരെയും കാണാനില്ല. 70ഓളം പേർ വിവിധ ആശുപത്രികളിലായി ചികിത്സയിൽ കഴിയുകയാണ്. അപകടം നടന്ന പ്രദേശത്ത് നിരവധി കുടുംബങ്ങളാണ് താമസിച്ചിരുന്നത്. അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടവരുടെ പ്രതികരണങ്ങൾ ഏത് കഠിന ഹൃദയങ്ങളെയും തകർക്കുന്നതാണ്. ഒരിക്കൽ പോലും തങ്ങളെ തേടിയെത്തില്ല എന്ന് കരുതിയ ദുരന്തത്തിന്റെ ഞെട്ടലിൽ നൊന്തുരുകുകയാണ് പ്രദേശവാസികൾ. വയനാട് ജില്ലയിലെ കൽപ്പറ്റ നിയമസഭാ മണ്ഡലത്തിലെ മേപ്പാടി ഗ്രാമപഞ്ചായത്തിലാണ് ചൂരൽമല, മുണ്ടക്കൈ മലനിരകൾ. പ്രകൃതി രമണീയമായ സ്ഥലത്ത് ഇന്ന് നിരവധി റിസോർട്ടുകൾ കൂടിയുണ്ട്. ചെമ്പ്ര, വെള്ളരി മലകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന പുഴയുടെ തീരത്താണ് പഞ്ചായത്തിലെ വാർഡുകളായ ഇവ രണ്ടും. ചൂരൽമല വഴിയാണ് മുണ്ടക്കൈയിലേക്ക് പോകാനുള്ള റോഡ്. മേപ്പാടി ജില്ലാ ആസ്ഥാനമായ കൽപ്പറ്റയിൽ നിന്നും 10 കിലോമീറ്റർ അകലെയാണ് സ്ഥിതി ചെയ്യുന്നത്. മേപ്പാടിയിൽ നിന്ന് 10 കിലോമീറ്റർ അകലെയാണ് അപകടം നടന്ന പ്രദേശം. വടക്ക് ഭാഗത്ത് കൽപ്പറ്റ മുനിസിപ്പാലിറ്റിയും തെക്കു ഭാഗത്ത് ഏറനാട് താലൂക്കും കിഴക്ക് ഭാഗത്ത് അമ്പലവയൽ, മൂപ്പൈനാട് പഞ്ചായത്തുകളും പടിഞ്ഞാറ് ഭാഗത്ത് വൈത്തിരി പഞ്ചായത്തുമാണ് ഇതിന്റെ അതിരുകൾ. ദുരന്തത്തിൽ ചൂരൽമല അങ്ങാടി പൂർണ്ണമായും ഇരുളെടുത്തു. സാധാരണക്കാരും തോട്ടം തൊഴിലാളികളുമാണ് ചൂരൽമലയിലെ താമസക്കാർ. ഹാരിസൺസ് തേയില എസ്റ്റേറ്റ് കമ്പനിയുടെ സ്ഥലമാണ് ചൂരൽമലയിലെ ഏറിയ പങ്കും. ആകെ എത്ര പേർ ദുരന്തത്തിൽ അകപ്പെട്ടുവെന്നോ എത്ര പേരെ കാണാതായി എന്നോ അറിയാനായിട്ടില്ല എന്നതാണ് ദുരന്തത്തിന്റെ ആഘാതത്തിന്റെ ആഴം വർദ്ധിപ്പിക്കുന്നത്.